ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയിൽ താമരശ്ശേരി ചുരത്തെക്കുറിച്ചുള്ള കുറച്ച് കാഴ്ചകളാണ്. ബത്തേരിയിൽ നിന്നും തുടങ്ങുന്ന ഒരു സ്ഥലമാണ് താമരശ്ശേരി ചുരം. ബത്തേരി ടു കോഴിക്കോട് അവിടെ വന്നിട്ട് നമുക്ക് റീച്ച് ചെയ്യാം. ബത്തേരിയിൽ ഒരുപാട് ജംഗ്ഷൻ ആയതുകൊണ്ട് ഒരുപാട് സ്റ്റേറ്റിൽ നിന്ന് ആളുകൾ വരുന്നത്, തമിഴ്നാടായാലും ശരി കർണാടക ആയാലും ശരി അവിടെ നിന്നൊക്കെ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ബത്തേരി ജംഗ്ഷനിലേക്ക് എത്തിയിട്ട് തന്നെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പർച്ചേസിങ്ങും ചെയ്യാം. അത്രമാത്രം ഇപ്പോൾ വലിയ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഒരുപാട് ഹോസ്പിറ്റലുകൾ കയറി. ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെ ഇപ്പോൾ നല്ല ജില്ലാ ഹോസ്പിറ്റൽ എന്ന നിലയിൽ നല്ല ഡെവലപ്പായി. ആദ്യത്തിലേറെ നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ളത്. അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, അസംഷൻ ഹോസ്പിറ്റൽ എന്നുണ്ട്, വിനായക ഹോസ്പിറ്റൽ, MS ഹോസ്പിറ്റൽ, അതൊക്കെ വളരെ ഫേമസായ ഹോസ്പിറ്റലുകളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഗൂഡല്ലൂർ ആ ഭാഗങ്ങളിലെ ആളുകൾക്ക് ഹോസ്പിറ്റൽ സൗകര്യം വളരെ എളുപ്പമുള്ളത് ബത്തേരിയിലെ ഈ ഹോസ്പിറ്റലുകൾ മാത്രമാണ്. ഗൂഡല്ലൂരിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഊട്ടി പോകണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കോയമ്പത്തൂർ പോകണം. അല്ലാതെ ലോക്കൽ ഭാഗങ്ങളിലൊന്നും ചെറിയ ചെറിയ ക്ലിനിക്ക് പോലത്തെ ഹോസ്പിറ്റലുകൾ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും അത് എമർജൻസി ആയിട്ട് വല്ല പ്രസവത്തിൻ്റെതോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ രോഗത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ബത്തേരിക്ക് തന്നെ വരണം. അതുകൊണ്ട് തന്നെ ബത്തേരി എപ്പോഴും പൊതുവായി ഒരു നല്ലൊരു സ്ഥലമാണ് മറ്റുള്ള സ്റ്റേറ്റ് ആളുകൾക്കും. അതുകൊണ്ട് ബത്തേരിയിൽ വരുന്ന ആളുകൾ കോഴിക്കോട് പോകണമെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ബത്തേരി വയനാട് സ്റ്റേറ്റ് വിട്ട് വയനാട് ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും അതിന് മെയിൻ ഒരു വഴിയാണ് ഇത് താമരശ്ശേരി ചുരം വഴി പോകുന്നത്. അത്രമാത്രം നല്ലൊരു വഴിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഭാഗങ്ങളുമാണ് അത് ഉള്ളത്. ആദ്യകാലത്ത് ആ റോഡ് താമരശ്ശേരി ആ ചുരം റോഡ് വന്നിട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടും പ്രയാസമുള്ളൊരു അവസ്ഥയായിരുന്നു. റോഡും സൗകര്യത്തിൻ്റെയും റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മരങ്ങൾ വീണ് റോഡ് സൈഡുകൾ ഇടിഞ്ഞ് വീണ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. റോഡിൻ്റെ പ്രവർത്തനം വളരെ കുറവായിരുന്നു. ആക്സിഡൻറ്റുകൾ അടിക്കടി സംഭവിച്ചിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന റോഡ് ഇപ്പോൾ വന്നിട്ട് ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇപ്പോൾ വന്നിട്ട് ഗവൺമെൻറ് അതിനെ പരിപാലിച്ച് നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോൾ വളരെ സുഖകരമായി തന്നെ യാത്ര ചെയ്യാവുന്നതാണ്. കട്ടർ അതുപോലെ ഡാമേജ് ആയ റോഡ് ഭാഗങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാതെ അതൊക്കെ വളരെ കുറവാണ്. ഓരോ 2-3 സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും ഇപ്പോൾ മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ അതൊക്കെ അവർ നല്ല ഗവൺമെൻറ് ഏറ്റെടുത്ത് നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ഇപ്പോൾ റോഡ് നന്നായിട്ട് തന്നെ ഉള്ളത്. രാത്രികാലങ്ങളിലൊക്കെ നടക്കുന്ന സമയത്ത് രാത്രി യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വന്യമൃഗങ്ങളും ശല്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ മാന, അതുപോലെ തന്നെ ഒരുപാട് പുലി, അങ്ങനത്തെ ശല്യങ്ങളും അവിടെ ഉണ്ട്. ഒരുപാട് ആളുകൾ ചുരത്തിൻ്റെ പകുതി കുറച്ചിറങ്ങിയതിന് ശേഷം അവിടെ വന്നിട്ട് ഒരു വ്യൂ പോയിൻ്റ് പോലെ ഉണ്ട്. അവിടെ പോയി അവിടെ നിന്ന് ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്ത്, പ്രൈവറ്റ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ വളരെ സൗകര്യമാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ വന്നിട്ട് സ്നാക്സ്, ചായയൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരുടെ നിന്ന് സ്നാക്സ് കുടിച്ച് അവിടെ നിന്ന് വ്യൂ പോയിൻ്റാണ്. താഴേക്ക് നോക്കിയാൽ ഒരുപാട് താഴെയുള്ള സിറ്റികൾ, ടൗണുകൾ, ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് വളരെ മനോഹരമായി തന്നെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആളുകൾ അവിടെ വന്ന് ഇറങ്ങി പാർക്ക് ചെയ്ത് ഫോട്ടോസ് എടുത്തും അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമേ പിന്നീട് താഴേക്ക് ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ താഴ്ന്നു വരുന്നവരും അതുപോലെ തന്നെ അവിടെ പാർക്ക് ചെയ്തൊക്കെ വ്യൂവേഴ്സ് കണ്ടിട്ട് വയനാട് ബത്തേരി ഭാഗത്തേക്ക് പോവുകയുള്ളൂ. അത്രമാത്രം ഇപ്പോൾ നല്ലൊരു ഡെവലപ്പാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും അവിടെ എപ്പോഴും അടിക്കടിയായിട്ട് ഓരോ ആക്സിഡൻറ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. താഴേക്ക് പോകുന്ന വഴികൾ. അപ്പോൾ റോഡിൻ്റെ വികസനം ഇനിയും കുറച്ചുകൂടി വീതി കൂട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും അവിടേക്ക്. അത്രമാത്രം ഇപ്പോൾ വാഹനങ്ങൾ പാസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് വണ്ടികൾ ഒരുപാട് കൂടുതലാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് കുറച്ച് വീതി കൂടി ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ടുണ്ടാവും. എന്തായാലും യാത്രയിൽ അധികം ആളുകളും ഒരു പ്രാവശ്യമെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടാകും യാത്ര. ആ വഴിയിലൂടെ ഒരുപാട് യാത്ര ചെയ്തവരുണ്ടാവും.